good morning. നമ്മുടെ ജനസംഖ്യ വളരെ ശുഷ്കമാണല്ലോ ശരി. ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട് സാറേ കുറെ പേര്. അതെ, ആരൊക്കെയാണ് ട്രെയിനിന് പോയിരിക്കുന്നത്? അച്ചു പോയിട്ടുണ്ട്. എന്തോ? അച്ചു. പിന്നെ കുറെ പേര് പോയിട്ടുണ്ട്, പേരങ്ങനെ അറിഞ്ഞു. Yes, very good, very good, very good. Sir, prayer varate. Okay. Dear Lord, in the morning I want to hear your voice, guide me through my day and fill my heart with your love. Amen. Yes, Mumda said, good morning. Okay, Yosmi, very good, very good, very good. Good morning, sir. Yes, Revati, good morning. Sir, sign in. Yes, pardon. Good morning, respected Job sir and dear friends. Welcome to today's session. I hope you all are happy and ready to learn. Please listen carefully and learn together. Have a wonderful day. Thank you. Yes. Okay. Thought of the day? Sir, thought of the day. Okay, Revati. Spend each day not for learning but to improve our understanding. Yes, very good, very good, very good. Okay. നമുക്ക് ആരംഭിക്കാം. ഇത് നമുക്ക് ആരംഭിക്കേണ്ടത് പുതിയ ഒരു ചാപ്റ്ററാണ്, യൂണിറ്റ് നമ്പർ 13, ഫ്രേസൽ വേർഡ്. യൂണിറ്റ് നമ്പർ 13, ഫ്രേസൽ വേർഡ്. ഇതാണ് നമുക്കിനി പുതിയതായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വെർബ് നമുക്ക് എന്താണെന്ന് അറിയാം. അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വന്നിട്ട് ഫ്രേസൽ വെർബിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങോട്ട് നമുക്ക് പോവാം. അതിനു മുമ്പ് ശനി റോജി. Yes, sir. യെസ്, ഞാൻ ശനി റോജിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, ശനി റോജിയുടെ ഒത്തിരി ഇപ്പൊ പറയാനുണ്ട്, നേറ്റീവ് പ്ലേസ് എവിടെയാണ് ഒരു ചോദ്യം ചോദിക്കുക. അപ്പൊ വേണമെങ്കിൽ പറയാം, മൈ നേറ്റീവ് പ്ലേസ് ഈസ്, സ്ഥലത്തിന്റെ പേര് പറയാം. അത് ഏത് വില്ലേജിലാണെന്ന് പറയാം. വില്ലേജ്, മൈ നേറ്റീവ് പ്ലേസ് ഈസ് കൊടകര, ദാറ്റ് ഈസ് ഇൻ തൃശ്ശൂർ വില്ലേജ്. ആ വില്ലേജിനെ കുറിച്ച് രണ്ടു വാക്ക്, അതായത് ശനി ജനിച്ച് കളിച്ച് ഓടിക്കളിച്ച് വളർന്ന ശനിയുടെ നാടിനെ കുറിച്ച് രണ്ടു വാക്ക്. ചിലപ്പോ ആ നാടിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാവും. വളരെ പ്രസിദ്ധമായിട്ടുള്ള വല്ല അമ്പലമോ വളരെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയോ മോസ്കോ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജകൊട്ടാരമോ അവിടെ ഉണ്ടാവും ആ ഗ്രാമത്തിൽ. അതുമല്ല എങ്കിൽ വളരെ പ്രസിദ്ധമായ ഒരു നദി അതുവഴി ഒഴുകുന്നുണ്ടാവാം, അല്ലെങ്കിൽ വളരെ പ്രശസ്തരായ ആരെങ്കിലും അവിടെ ജനിച്ചിട്ടുണ്ടാവാം. യെസ്, ഇപ്പോ ഞാൻ ചേന്നമംഗലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും, ഹിയർ ഈസ് ദ ചേന്നമംഗലം ഈസ് മൈ വില്ലേജ്. The village is famous for the palace of King of Cochin, the Prime Minister Palace. കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിയുടെ കൊട്ടാരം അത് ഇവിടെ ചേന്നമംഗലത്താണ്. ഏതാണ്ട് 101 മുറിയുള്ള ഒരു വീട് അവിടെയുണ്ട്. പുരാവസ്തു വകുപ്പുകാർ ഏറ്റെടുത്തിട്ട്. അപ്പൊ ചില ജനുവരി ഡിസംബർ മാസങ്ങളിലൊക്കെ സ്കൂൾ കുട്ടികൾക്ക് ബസ്സിന് നേരത്തെ എടുക്കുന്ന കാണാം, കൊട്ടാരം കാണാൻ വന്നിട്ടുള്ള കുട്ടികൾ, ടീച്ചർമാരൊക്കെ. അതൊരു ഫേമസ് ആണ്. പിന്നെ അതുപോലെ എനിക്ക് പറയാം, ദിസ് വില്ലേജ് ഇസ് ഫേമസ് ഫോർ ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്. കൈത്തറി വ്യവസായം എന്ന് പറയുന്നതിന് വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ഈ ചേന്നമംഗലം, ഹാൻഡ്ലൂം ഇൻഡസ്ട്രീസ്. യെസ്, ഇപ്പൊ അതൊക്കെ ഇല്ല, എന്നാലായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങള് നിങ്ങളുടെ വില്ലേജിന്റെ പേര് എഴുതുക.
എന്നിട്ട് വേണമെങ്കിൽ പറയാം മൈ നേറ്റീവ് പ്ലേസ് ഈസ് പ്ലേസിന്റെ പേര് പറഞ്ഞു. ചിലപ്പോ ഇപ്പൊ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ സെറ്റ് ചെയ്തിട്ട് വേറെ സ്ഥലത്തായിരിക്കും. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു ഞാൻ വയ്യാം സെറ്റിൽഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇനി നേറ്റീവ് പ്ലേസിനേക്കാളും നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ഇപ്പൊ സെറ്റിൽ ചെയ്ത സ്ഥലത്തെ കുറിച്ച് പറയാനാണെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. യെസ്, നേറ്റീവ് പ്ലേസോ ചിലപ്പോ രണ്ടും ഒരു സ്ഥലം തന്നെ ആയിരിക്കാം. ആ ഒരു വില്ലേജ്, നിങ്ങളുടെ വില്ലേജിനെ കുറിച്ച്. ഇതിന്റെ അകത്തൊരു പ്രത്യേകത, നിങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ഒരു സന്ദർശനത്തിന് വരാൻ തോന്നും. ഏതെങ്കിലും ഒരു ഒഴിവ് ദിവസം അതുവഴി വരാനും അവരുടെ അട്രാക്ഷൻ തോന്നും. ആ രീതിയിലുള്ള ഐറ്റംസ് അതിനകത്ത് ഉൾപ്പെടുത്തും. ഓക്കെ, അപ്പോ ശനി റോജി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐശ്വര്യയിലോട്ടും അത് കഴിഞ്ഞാൽ ജോസ്മിയിലോട്ടും വരാം. യെസ്, അപ്പൊ ശനി റോജിയുടെ ഐശ്വര്യത്തിന് നമ്മൾ ആരംഭിക്കുകയാണ്. ശനി റോജി തന്റെ ഗ്രാമത്തെ കുറിച്ച് വാചാലയാകും. ഓക്കെ, ശരി. അറിയോ? ഓക്കെ, സെന്റൻസ് 2 സെന്റൻസ് പറയാം സാർ. അതേ കുറിച്ച് പറയുമ്പോൾ തന്നെ ത്രില്ല് വേണം. ശരി, സ്വന്തം നാടിനെ കുറിച്ചിട്ട് പറയാൻ പോണേ. അറിയാ, ഇത് എഴുതിണ്ടാക്കാത്തിരി സമയം. എഴുതി വേണ്ട, എഴുതിയൊക്കെ വരുമ്പോണ്ടല്ലേ സമയം പോകും. നമ്മുടെ ഇപ്പോ നമ്മുടെ മനസ്സിൽ തോന്നുന്നു പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ സഹായിക്കാം. നിങ്ങൾ ഇരിക്കുന്നത് എന്റെ ക്ലാസ്സിലല്ലേ, നമ്മൾ ഇത്രയും പേര് 3, 3, 6, 1, 7, 10, 11 പേര്. യെസ്, വി ആർ ജസ്റ്റ് ലൈക്ക് എ ഫാമിലി. ഇവിടെ എന്ത് പറഞ്ഞാലും എന്ത് അല്ല ഐശ്വര്യ, അല്ല ജോസ്മി? അത് തന്നെ. യെസ്, ഓക്കെ ഓക്കെ. അത് ജോസ്മിക്ക് ആദ്യം പറയാൻ തോന്നുന്നുണ്ടോ? ഇല്ല സാർ. ഇല്ല അല്ലേ? ഓ, ഞാൻ വിചാരിച്ചു എന്നാ ശരിക്ക് വേണമെങ്കിൽ ഒരു അവധി ഒരിക്കൽ സമയം കൊടുത്തു സാറേ ഞാൻ പറയാം എന്നാണ് വരുന്നത് വിചാരിച്ചു. ഞാൻ പറയാം സർ. എന്നാലും ശരി, ഒന്ന് റെസ്റ്റ് ചെയ്തു. നമുക്ക് രേവതിക്ക് ഇപ്പൊ കസ്റ്റമർ ഇല്ല, ഫ്രീ ആണ്. അപ്പൊ രേവതി പറഞ്ഞിട്ട് ശരിയിലോട്ട് വരാം. രേവതി പറഞ്ഞോളൂ. My native place is Angamali. Now I am settled in Villamatam village located in Todupuzha, Idukki. Yes. Our village is famous with the Nandariki waterfall. The waterfall is nearby my home. Yes. Visited it many times. Yes. And also our village is well developed. Yes. We have a primary health center, family health center, and a multi-specialty hospital. Yes. Schools, first tribal school in Idukki. Yes. GPHS is Pumala. Then 3 or more schools are located here. Yes. Basic facilities are available here. Yes. And the famous church Tumbichi is located nearby our home. Yes. Most people are agriculture. തൊടുപുഴയെ കുറിച്ചല്ലേ രേവതി പറഞ്ഞേ? Yes. Yes. Okay. 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 Most of them are farmers here. അത്രയൊക്കെ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൈ വില്ലേജ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചാൽ മതി. ഓക്കെ രേവതി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പറഞ്ഞതിന് മാത്രമല്ല ആദ്യം പറയാൻ കാണിച്ച ധൈര്യത്തിനുണ്ടല്ലോ, അതിനാണ് ഞാൻ രേവതിക്ക് ആദ്യത്തെ അപ്രിസിയേഷൻ. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, അത് വെരി ഗുഡ്. ഓക്കെ, ആ പ്രദേശത്തെ കുറിച്ച് ചെറിയൊരു വിവരണം ഞങ്ങൾക്ക് കിട്ടി. യെസ്, അപ്പൊ രേവതി പറഞ്ഞത് ഇപ്പോ സെറ്റിൽ ചെയ്തിരിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ്. ഓക്കെ രേവതി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ശനി റോജി പറയൂ. My native place is Pudukad in Thrissur district. Pudukad, yes, okay. The famous college of Prajodhi Niketan is in Pudukad. There are many famous actors studied there. And our church is famous. അത് പറയുന്നത് ഈ ഹൈവേയിലോട്ട് മുഖം വ്യൂ ഉള്ള ഒരു 2 സൈഡിലേക്കും വ്യൂ ഉള്ള ഒരു ചർച്ചാന്നാ പറയണേ. ഇപ്പൊ പുതിയ പള്ളി ചർച്ചിന്റെ പേരെന്താണ്? സെന്റ് ആന്റണീസ് ഫൊറോന ചർച്ച്. സെന്റ് ആന്റണീസ് ചർച്ച്. ഓക്കേ, ചർച്ചാണ്. പിന്നെ there are many schools, hospital and railway station nearby. ധാരാളം ടൈൽ ഫാക്ടറീസ് ഇല്ല അവിടെ? ഏതാ? അതുണ്ട്. പറഞ്ഞില്ലല്ലോ. അതുണ്ട്. ഓക്കെ 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 ഓക്കെ. പിന്നെ അത്രേ ഉള്ളൂ സാറേ.
ഓക്കെ ശരി. ഓക്കെ കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്യാമായിരുന്നു. ഓക്കെ ടൈൽ ഫാക്ടറീസ് ഉള്ളത് അവിടെയാണ്. ഓടിന്റെ ഒക്കെ നിർമ്മാണം, ക്ലൈയുടെ പ്രോഡക്റ്റ് ഒക്കെ വരുന്നത് അവിടെയാണ്. ഓക്കെ ഷെനി, വെരി ഗുഡ്. ജോസ്മി കഴിഞ്ഞാല് പ്രിയയിലേക്ക് വരാം. അത് കഴിഞ്ഞാല് മുംതാസിലേക്കും രാസ്മിയിലേക്കും വരാം. ഓക്കെ ജോസ്മി പറയൂ. My native place is Nedupuzha. My village is Kanimangalam, Thrissur. Yes. The wonderful place, the beauty of nature, the famous college in Polytechnic Women's College. Yes. College what is the name of that college? Polytechnic Women's College. Yes. Okay. പിന്നെ രണ്ട് സൈഡും കായലാണ്. Yes. പിന്നെ മീൻ വളർത്തുന്ന സ്ഥലമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് കണ്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റും, മീൻ വാങ്ങിക്കാനും പറ്റും. നല്ല രുചിയുള്ള മീനാണ്. കണിമംഗലം വില്ലേജ്. കന്നിമംഗലം വില്ലേജ്. ആക്ച്വൽ പ്ലേസ് എവിടെയാണ്? നെടുപുഴ. പിന്നെ അവിടെ ഒരു 2 അമ്പലമുണ്ട്. പിന്നെ ഹെൽത്ത് സെന്റർ. അങ്ങനെ കാണാൻ പറ്റിയ നല്ല സ്ഥലമാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. അതൊക്കെ ഇപ്പൊ പുതിയ സ്ഥലത്തിൽ ഭയങ്കര മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ട് ജോസ്മിക്ക്? ഫീൽ ചെയ്യുന്നുണ്ട്. മീനൊക്കെ പിടിക്കുന്ന ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ന്യൂസിലൊക്കെ കാണില്ല, ഇങ്ങനെ കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നൊക്കെ കാണുമ്പോ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ജോസ്മിയൊക്കെ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ. ഞാൻ മാത്രല്ല, ഞങ്ങള് അവിടെയുള്ള എല്ലാ കുട്ടികളും അത് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ പേര് പുറത്തു പോയി. അപ്പൊ അവരൊക്കെ വിളിക്കുമ്പോ പറയും അതായിരുന്നു നല്ലത്, അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയും. അങ്ങനെ എത്രയേ ഉള്ളൂ സാർ. പിന്നെ ഞാനൊന്ന് എഴുതി. നിങ്ങൾ ഫുൾ എഴുതിട്ട് പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. ഫിഷിംഗ്, മിസ്സിംഗ്. വെരി ഗുഡ് ജോസ്മി. യെസ്, കൊടുങ്ങല്ലൂരിനെ കുറിച്ച് അറിയാൻ നമുക്ക് പ്രിയയിലോട്ട് പോവാം. പ്രിയ ജോയ്, പ്രിയ വരുമെന്ന് വിചാരിക്കും. പ്രിയ പ്രസ് ചെയ്ത ബട്ടൺ മാറിപ്പോയി തോന്നുന്നു. പ്രിയ വരും. അപ്പൊ മുംതാസിലോട്ട് പോയിട്ട് വരാം. മുംതാസെ പറയൂ. My native place is Motil. Now I am settled in Mandavadi. My village is so beautiful and calm and quiet place. There are famous church or temple. There are 2 hospitals and 2 schools near my house. There are a beautiful tea plantation, Parisans. There a waterfall, Minmutti. വെരി ഗുഡ്. രേവതി, ഇത് ശ്രദ്ധിച്ചോളണം. ആരുടെ നാട്ടിലേക്കാണ് നമുക്ക് പറഞ്ഞപ്പോ ചെല്ലാൻ ആദ്യം തോന്നിയത് എന്നുള്ളത് രേവതി പറയണുണ്ട്. രാംസി, ആർ യു റെഡി? Yes, sir. പറഞ്ഞോളൂ. My native place is Perumbavoor. Now I am living in Kundagara, Paravur Taluk. പെരുമ്പാവൂർ കുന്നുകരയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലേ? കുന്നുകര ഭയങ്കര സംഭവം. റോഡിന്റെ ചെറിയൊരു കുന്നു ഭാഗമുള്ളൂ, പേര് മാത്രമുള്ളൂ അവിടെ അല്ലേ? Kundagara is very peaceful. അതാരും പറയാത്തൊരു സംഗതി. വളരെ സമാധാനപരമായ കറക്റ്റ് ആണ്ടത്. വെരി ഗുഡ്. ഞാൻ അതിലെ കൂടെയൊക്കെ പോകുമ്പോ ശരിയാണ്, വളരെ പീസ്ഫുൾ പ്ലേസ്. It is often referred to as the land of hill. It provides a perfect balance of rural charm and urban convenience. Very good. Rural and urban, perfect
ബാലൻസിങ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഗ്രാമവും ടൗണും ഒരു ബാലൻസിങ്ങിൽ പോണാണ്. വെരി ഗുഡ്. ശരിക്കും അതെ. കുന്നുകര കുന്നുകരയിൽ ടൗൺ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ടൗൺ പോലെയാണ്. എല്ലാം അവിടെ ഉണ്ട്. ആ പഞ്ചായത്തിൽ അവിടെ തന്നെ എല്ലാം ഉണ്ട്. ഹോസ്പിറ്റലായാലും ആ റോഡങ്ങൾ ചെന്ന് തനി ചെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹൈവേ ഇല്ലേ? പിന്നെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടായി അല്ലേ? അതൊക്കെ എഴുതിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ട്. ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദ പെരിയാർ റിവർ ടു ദ സൗത്ത്, ദ ചാലക്കുടി റിവർ ടു ദ നോർത്ത്, ആൻഡ് ഈസ് സ്പ്ലിറ്റ് റൈറ്റ് ഡൗൺ ദി അത് മാഞ്ഞാലി കനാലില് ആണ് രണ്ടും. പിന്നെ എയർപോർട്ട് റോഡ് ദാറ്റ് കണക്ട് നോർത്ത് പറവൂർ ആൻഡ് നെടുമ്പാശ്ശേരി, മേക്കിംഗ് ട്രാവൽ ഹൈലി. പിന്നെ ആലുവക്കും അങ്കമാലിക്കൊക്കെ പോവാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇവിടുത്തെ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഫോർ ലോക്കൽസ് ഇൻ ട്രഡീഷണൽ ഫാമിംഗ് ആണ്. പാഡി ഫീഡ്സ് ഡിഫൈനിങ് മച്ച് ഓഫ് ദി ലോക്കൽ ലാൻഡ്സ്കേപ്പ്. പിന്നെ ബ്രിക്ക് കൺസ്ട്രക്ഷൻ അത് ആദ്യത്തിൽ ഉണ്ടായിന്ന് പറയുന്നു, ഇപ്പൊ കാണാനില്ല. നമ്മുടെ നേരത്തെ ഒരാളെ പറഞ്ഞപ്പോ അവിടെ നമ്മുടെ പുതുക്കാട് പറഞ്ഞപ്പോ അവിടെ ടൈലല്ലേ, ഇവിടെ ബ്രിക്സ് ആണ്, ഇഷ്ടികയുടെ നിർമ്മാണമായിരുന്നു. കറക്റ്റ് ആണ്. പിന്നെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ചാലക്ക, മെഡിക്കൽ കോളേജ് ഉണ്ട്. മെഡിക്കൽ കോളേജ് ചാലക്ക. പിന്നെ എഡ്യൂക്കേഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ MES കോളേജ്, ക്രിസ്തുരാജ് ഹൈസ്കൂൾ, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് നിക്കണേ. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ നല്ല അന്തരീക്ഷമാണ്. അടുത്ത വാചകം ഞാൻ പറയാം. പിന്നെ അവിടെ ഞാനുണ്ട്. കോളേജ് MES കോളേജ് ആക്കിയിട്ട് പിന്നെ ഞാനുണ്ട്. ഓക്കെ. അപ്പൊ രാംസി വെരി ഗുഡ്, വെരി ഗുഡ്. ഈ മാഞ്ഞാലിയെ കുറിച്ച് പറഞ്ഞപ്പോ പണ്ട് അവിടെ ഒരു കടവായിരുന്നു. ആ കടവ് വഴി രാംസി പോയിട്ടുണ്ട്? ഇല്ല, ഞാന് 2000 കടവില് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാന് 2010 അതിനു മുന്നേ ആണ് അവിടെ. പണ്ട് അടുവാശ്ശേരി ഭാഗത്തോട്ടൊക്കെ വരണമെങ്കിൽ ഈ മാഞ്ഞാലിയിൽ വന്ന് ഈ കടത്തിറങ്ങി അപ്പുറത്തേക്ക് കിടക്കണം. ഞാൻ അങ്ങനെ കടത്തിറങ്ങി പോയിട്ടുണ്ട്. ആ കടത്തിറങ്ങുന്നതിന്റെ അരികത്ത് തന്നെ ഒരു ബേക്കറി ഉണ്ട്. അവിടെയാണ് എല്ലാവരും പലഹാരങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. ഞാനും ഇടയ്ക്ക് അവിടെ നിന്ന് വായിക്കാറുള്ളതാണ്. അപ്പൊ ആ മാഞ്ഞാലി കടവിന്റെ അരികത്ത് വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. അപ്പൊ രാംസി ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. പണ്ട് അത് കടവായിരുന്നു, ഇപ്പൊ പാലമാണ്. ഓക്കെ രാംസി, വെരി ഗുഡ്. ആ ബേക്കറി ഇപ്പോഴും ഇല്ലേ അവിടെ? ആ ബേക്കറി ഇപ്പോഴും ഉണ്ട്. ഈ പിന്നെ അവിടെ ഈ നമ്മളിപ്പോ ഡെലിവറിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചടങ്ങ്, അടുക്കള കാണാന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ പലഹാരം ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ അവിടെ വരുമ്പോ ഇങ്ങനെ 25 കിലോ അലുവ അങ്ങനെയൊക്കെ ഓരോരുത്തരും കൊണ്ടുപോകുന്നതൊക്കെ അവിടെ കാണാം. പിന്നെ സാറമ്മ വിട്ടുപോയി മാഞ്ഞാലിയുടെ ബിരിയാണി. ഒരു സാധനം വിട്ടുപോയി. വെരി ഗുഡ്, വെരി ഗുഡ്. ഈ മാഞ്ഞാലി ഭാഗത്തെ മാഞ്ഞാലി ബിരിയാണി പെട്ട സാധനമുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്. മാഞ്ഞാലി ബിരിയാണി ദാറ്റ് ഈസ് വെരി ഫേമസ്. കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അലുവയാണ്, മാഞ്ഞാലിയിൽ വന്നു കഴിഞ്ഞാൽ ബിരിയാണിയാണ്. അപ്പൊ വിട്ടുപോയതല്ല. ഓക്കെ. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ രാംസി? ഇല്ല. പ്രിയ, ആർ യു ഓക്കെ? പ്രിയ ജോയ്? അതെ, നേരത്തെ നെറ്റ് പോയി, ഞാൻ ഇറങ്ങിയപ്പോ തന്നെ. അപ്പൊ ഞാനവിടെ വിചാരിച്ചു എന്നിട്ടില്ല, റീജോയിൻ ചെയ്ത് എന്നിട്ട് പ്രിയനെ വളരെ ബിൽഡപ്പൊക്കെ ചെയ്ത് കൊണ്ടു ഞങ്ങള് പാലക്കാട്. ട്രൈ ചെയ്തിട്ട് പറ്റിയില്ല. ഞാൻ പറയാം. ഞാൻ എന്റെ നേറ്റീവ് പ്ലേസ് പറവൂരിനെ പറ്റി എഴുതിയത്. My native place is North Paravoor. Is a historic town and municipality situated in Ernakulam district. The Kottakkal, Paravoor, Valiyapalli and
Cheriyapalli Jacobite Syrian Church are located in North Parvur. Yes. And the Pallium Palace and Kotte Kovilagam Yes. was located in North Parvur. Yes. Because there is a famous college in Parvur, Kesari Balkrishna Pilla Memorial College. Yes. Where the constituency of Chief Minister. നിയോജക മണ്ഡലം എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കോൺസ്റ്റിറ്റ്യുവൻസി. പിന്നെ അവിടെ വേറെ ഫേമസ് ടെമ്പിൾ ഉണ്ടല്ലോ, അതായത് പറഞ്ഞ തന്നെ നമ്മുടെ കണ്ണംകുളങ്ങര ടെമ്പിൾ ഇല്ലേ? കണ്ണംകുളങ്ങര മൂകാംബിക. മൂകാംബിക, അതെ, ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന ടെമ്പിൾ പറവൂരാണ്. മൂകാംബിക ടെമ്പിൾ. പിന്നെ അപ്പുറത്തേക്ക് അങ്ങനെ പോയി കഴിഞ്ഞാല് ഒരു തെണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു അമ്പലമില്ലേ, കാളികുളങ്ങര ക്ഷേത്രം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾസ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോ അവിടെ കുറവ് മാത്രമേ ഉള്ളൂ, പ്രിയ അവിടെ ഇല്ല അല്ലേ? തൊട്ടടുത്ത പ്രദേശമായ കൊടുങ്ങല്ലൂരുള്ളത്. ഓക്കെ പ്രിയ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐശ്വര്യ പറയൂ. Sir, my native place is Thrissur, but occasionally I go there, so I would share about my hometown. Yes. My hometown is Idukki. Idukki is famous for Asia's second largest arch dam, and people in Idukki, most of them are engaged in agriculture, like spices, tea plantation, and all. Then. And what to say? My place in Idukki is Tadiyambad, and my village is so actually I'm having a fever, that's and my home is 5 kilometers away from Idukki Dam. Then there is a beautiful park, and it is famous for beautiful bird sanctuaries and tiger reserves in Tekadi. Yes. Then Idukki is also famous for hydroelectric power generation in Moolammattam. Yes. Then for me, Idukki, I like Idukki very much because of the climate. Even though now I am in Thrissur, but when looking at the climate and all, mostly I like Idukki. It's very happy to live there. By this, every season we couldn't feel much hot during summer. Yes. And you are also the part and parcel of Idukki. Okay. Yes, sir. Yes. ഇടുക്കിയിലെ ബ്രിട്ടീഷുകാരെ ശരിയാക്കിയതാണ്. അത് ബ്രിട്ടീഷിന് പഠിക്കാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത ഒരാളുണ്ട്. പേരറിയും? Yes, sir. His name is Columban. He showed the place for. There is a big statue of him in Cherdoni itself. They actually once it was nobody was aware about that, and now they made it as a tourist place and എന്താ വലിയൊരാളുടെ ആദ്യം ആരും ശ്രദ്ധിക്കാതെ അലങ്കോലപ്പെട്ട ഒരു ഇതായിട്ട് കിടക്കാറുണ്ട്. ഇപ്പൊ അവര് കൊലുമ്പന്റെ ഒരു വലിയ ഇതൊക്കെ ചെയ്തിട്ട് അവിടെ കവർ ചെയ്ത് ആദ്യം നമ്മൾ ഡാമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ആളുടെ സ്റ്റാച്ചു കണ്ടിട്ടാണ് ഇത് പോകുന്നത്. കൊലുമ്പനാണ് ആൾ കാണിച്ചു കൊടുത്തത്. കൊലുമ്പൻ എന്ന് പറയുന്ന പേര് ഓർമ്മയുണ്ടോ അറിയോന്ന് ഞാൻ ചോദിച്ചത്. ശരിയാണ്, ആ ഡാമിന്റെ ഇപ്പുറത്ത് കൊലുമ്പന്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് അല്ലേ?
Okay, okay, In okay, okay. Ramakalmed also, that Idukki Archidam is between two mountains, that is Kuruvan and Kurti. Then when we visit in Ramakalmed, there also they made a statue of Kuruvan and Kurti as the memorable as a Yes. memory. രണ്ടും മലകളെ തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് വെള്ളം അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പറഞ്ഞു കൊടുത്തു, ബ്രിട്ടീഷുകാർക്ക് അത് പറഞ്ഞു കൊടുത്തു. ബ്രിട്ടീഷിലെ ഒരു എഞ്ചിനീയർക്ക് അത് കാണിച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ആദിവാസിയുടെ പേരാണ് ഈ പെരിക്കുരുവൻ അല്ലേ? Am I right? Yes, sir. Yes, yes, yes. Very good, very good, very good, very good. Okay, രേവതി, ഐശ്വര്യ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, യെസ്. Then ഈ രണ്ടുപേരും കൂടി ഉണ്ടല്ലോ. ആരൊക്കെ രണ്ടുപേരും പാരന്റ്സ് ഉള്ളത്? രേഷ്മ. രേഷ്മ പറയൂ. My native place Kadamakudi, situated Ernakulam district. It is very beautiful village. Here atmosphere calm and quiet, very beauty. Kadamakudi is fish farming village. Here the special farm Pokali, paddy field and fish culture. Yes. It's a small village, only one school and one Ayurvedic hospital, then one temple and 2 churches. But now it's very famous tourism. Tourism so many people are come and visit. Now here available boating and kayaking, then water metro. Yes, correct. Reshma Baji correct. Kadamakudi is famous. ഇപ്പൊ രേഷ്മ Yes, okay. ഭാവിയിൽ അതൊക്കെ വലിയ കൊടുത്തത് വരാപ്പുഴയിലാണ്, പക്ഷെ ഞാനിപ്പോ അച്ഛനമ്മ ഒറ്റക്കായതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് കടമക്കുടി തന്നെ വന്നു. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ രേഷ്മ അവിടെ? വെള്ളത്തിന് പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാ വീടുകളിലും പൈപ്പ് കണക്ഷൻ ഒക്കെ വന്ന് ഇപ്പൊ വെള്ളത്തിന് കുഴപ്പമില്ല. ആദ്യമേ മെയിൻ പൈപ്പിലൊക്കെ പോയി 4 കുട വെള്ളമൊക്കെ ഒരു വീട്ടിലേക്ക് കിട്ടുള്ളൂ. അതും നേരെയൊക്കെ നിന്ന് എടുപ്പിനൊക്കെ പോയാലാണ് ആ 4 കുടം വെള്ളം. ഇപ്പൊ പക്ഷെ കുഴപ്പമില്ല. പിന്നെ ട്രാവലിങ്ങിന് മാത്രം ബസ് കുറവാണ്. ബസ് ആകെ 3-4 ബസ്സേ ഉള്ളൂ. അത് ഓരോ ടൈമിങ്ങില് മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ ഓട്ടോ 2 വീലറൊക്കെ ഇട്ട് പോകണം. ചുറ്റും വെള്ളമാണ്, പക്ഷെ നമുക്ക് കുഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉപ്പുള്ളതാണ്. പിന്നെ മത്സ്യബന്ധനം, പൊക്കാളി, പിന്നെ ചെമ്മീൻ കെട്ട്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള നാടാണ് രേഷ്മയുടെ നാട്. വെരി ഗുഡ്, വെരി ഗുഡ്. രേഷ്മ നേരത്തെ ഇവിടെ പ്രിയ പറഞ്ഞു കഴിഞ്ഞപ്പോ കോട്ടയക്കോവിലകം എന്ന് പറയുന്ന പേര് പറഞ്ഞു. ഞാനൊരു കാര്യം അതിനകത്ത് പറയണമെന്ന് വിചാരിച്ചതാണ്, ഞാൻ മറന്നുപോയി. അതായത് ഈ കോട്ടയക്കോവിലകം എന്ന് പറയുന്ന സ്ഥലത്ത് 1 കിലോമീറ്ററിനുള്ളിൽ ചുറ്റുവട്ടത്ത് തന്നെ 4 ടെമ്പിൾ അല്ലെങ്കിൽ 4 ആരാധനാലയം നിൽപ്പുണ്ട്. ഒരു ക്രിസ്ത്യൻ ചർച്ച് അവിടെയുണ്ട്. തൊട്ടരികത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അതിന്റെ സമീപത്ത് തന്നെ ഒരു മുസ്ലിം പള്ളിയുണ്ട്. അതിന്റെയും അരികത്ത് തന്നെ ഒരു ജൂവിഷ് ചർച്ച്, പഴയകാല ജൂവിഷ് ചർച്ച്. ഇത് 4 കൂടി അരികത്ത് നിൽക്കുന്നത് വളരെ അപൂർവമാണ്. യെസ്, അപ്പൊ അത് വളരെ രസകരമായിട്ട് അവിടെ കാണാൻ പറ്റുന്ന സംഗതിയാണ് കോട്ടയക്കോലം, അല്ലേ പ്രിയ? അതെ. ഞാനത് കോട്ടയക്കോലം ഒരു വാക്കുകൾ പ്രിയ പറഞ്ഞു പോയി, വിശദീകരിച്ചില്ല. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ആരെന്ന് പറയാൻ ഒരാളും കൂടി ഉണ്ടല്ലോ? ഞാനില്ല അല്ലേ? യെസ്. അപ്പൊ രേവതിയുടെ ഒബ്സർവേഷനിൽ ആരാണ് വളരെ നന്നായിട്ട് അവതരിപ്പിച്ചത്? എവിടെ പോകാനുള്ള ആദ്യം താല്പര്യം? 2 ദിവസം ലീവ് കിട്ടിയ ഐശ്വര്യയുടെ നേറ്റീവ് പ്ലേസ്. അപ്പൊ ഐശ്വര്യ, വി വിൽ വിസിറ്റ് ഇടുക്കി. ഓൾറെഡി അതിന്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്, വിസിറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ശരി. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയത് രേവതിക്ക്. പിന്നെ എനിക്കും ഇഷ്ടം ഇടുക്കി തന്നെയാണ്. ക്ലൈമറ്റും എന്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്കും ഈ കാണാൻ ക്വയറ്റ് ഇടുക്കിയാണ് ഇഷ്ടം. നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ കൊടും ചൂടാണെന്ന് നമ്മള് വേർത്ത് നല്ലോണം സെറ്റ് ആവും. പക്ഷെ അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങിയ ചൂടുണ്ടാവും, പക്ഷെ നമുക്കൊരു ഇത് തോന്നില്ല, ബുദ്ധിമുട്ട് തോന്നില്ല. ഭയങ്കര കൊടും ചൂടാണല്ലോ എന്നുള്ള ആ ഒരു ഫീല് വരില്ല. അത് എപ്പോ ചെന്നാലും അങ്ങനെ തന്നെയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഐശ്വര്യ,
അപ്പൊ ഐശ്വര്യയുടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പോകാൻ പറ്റിയ സ്ഥലം ഏതാണ് രേവതി? രണ്ടാമത് ആരുടെ സ്ഥലമായിരുന്നു? പിന്നെ പറഞ്ഞവരെല്ലാം തന്നെ എറണാകുളം അല്ലേ ഏകദേശം? എറണാകുളം, തൃശ്ശൂര്. അങ്ങോട്ടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഓൾറെഡി ഞാൻ ജീവിച്ചിരുന്നത് അവിടെ ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല അങ്ങോട്ട്. എന്റെ വീട് അങ്കമാലിയാണ്. എനിക്ക് അവിടുത്തെ ചൂട് പറ്റത്തില്ല. കേട്ടപ്പോ അട്രാക്ഷൻ തോന്നിയത് ആരൊക്കെയാണ്? മുംതാസിനെ കേട്ട് കഴിയുമ്പോ മുംതാസേ എനിക്കും ഇടുക്കിയ സാർ കാണുന്ന ആഗ്രഹം. ഐശ്വര്യ പറഞ്ഞ പോലെ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോഴേലും ഒഴിവുള്ളപ്പോ എല്ലാവർക്കും കൂടി വേണേ പ്ലാൻ ചെയ്ത് ഒരു ദിവസം അങ്ങ് കൂടാം വീട്ടില്. അവിടെ കുഴപ്പം, എല്ലാവർക്കും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. കാരണം എപ്പോഴേലും ചാൻസ് കിട്ടിയാൽ നമുക്ക് പോകാം. അത് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്ലാൻ ചെയ്തോളൂ നിങ്ങള്. അപ്പൊ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഇത് നമുക്ക് വേറൊരു കാര്യം നോക്കാം. ഇതൊന്നും ഒറ്റ മിനിറ്റ്. വീഡിയോ ഓഫ് ചെയ്യണം. ആരംഭിക്കാം. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും പ്രകടനം സൂപ്പറായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രേസൽ വെർബ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. ഫ്രേസൽ വെർബ് സാധാരണഗതിയിൽ നമുക്ക് വെർബ് എന്താണെന്ന് അറിയാം. വെർബ് എന്ന് പറയാൻ നമുക്ക് പറയും ക്രിയ, ഗോ, വെന്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇവിടെ നമ്മൾ നോക്കുന്നത് ഫ്രേസൽ വെർബിനെ കുറിച്ചാണ്. പ്രിയ, പ്രിയ പോയോ? യെസ്, പ്രിയക്ക് റേഞ്ചിന്റെ ബുദ്ധിമുട്ടായതുകൊണ്ട് ചിലപ്പോൾ ഏരിയ ഉണ്ടാവില്ല. യെസ്, മുംതാസ്. ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം. ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോക്കിയ ശേഷം അർത്ഥം നമ്മൾ പറയുമ്പോ മറ്റേത് അന്ന് പറയുന്നത് മറന്നുപോയി. അപ്പൊ വളരെ ഇന്നസെന്റ് ആയതുകൊണ്ട് ലുക്ക് എന്ന് പറഞ്ഞാൽ നോക്കുക, ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശേഷം. അപ്പൊ ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ പെട്ടെന്ന് നമ്മൾ പറയും നോക്കിയ ശേഷം, അല്ലെ? പക്ഷെ ലുക്ക് ആഫ്റ്ററിന്റെ അർത്ഥം എന്താണ്? പ്രൊട്ടക്ട് എന്നാണ്, അല്ലെങ്കിൽ ടേക്ക് കെയർ ഓഫ്, എടുക്കുക എന്നാണ്. ടേക്ക് കെയർ ഓഫ്. യെസ്,
അപ്പോ നമുക്ക് പറയാം രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേർഡുകൾ. ഒരു വേർഡും അതിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനോ അല്ലെങ്കിൽ മറ്റൊരു വേർഡ് വന്നു കഴിയുമ്പോൾ വേറൊരു അർത്ഥം കിട്ടും. അതിനെ പറയുന്ന പേരാണ് ഫ്രേസൽ വേർഡ്. അതിനെ പറയുന്ന പേരാണ് ഫ്രേസൽ വേർഡ്. അപ്പൊ നമുക്കറിയാം കോൾ, CALL, കോൾ. കോൾ എന്ന് പറഞ്ഞാൽ വിളിക്കുക എന്നാണ്. കോൾ എന്ന് കഴിഞ്ഞിട്ട് അതിന്റെ അടിയത്ത് ഓൺ എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിനോട് നമ്മൾ ചേർത്തു. കോൾ ഓൺ. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിസിറ്റ് നടത്തും. VISIT, വിസിറ്റ്, സന്ദർശിക്കുക. ഇനി വേറൊരു സംഗതിയുണ്ട്. കോൾ കഴിഞ്ഞിട്ട് AT, അറ്റ്. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരെ വിളിക്കുക നമ്മൾ വിചാരിക്കും, അല്ലെ? അറ്റ് നേരെ എന്നല്ലേ? ഇപ്പൊ കോൾ അറ്റ് നേരെ വിളിക്കണം വിചാരിക്കും. അല്ല, കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് എന്നർത്ഥം. VISIT, വിസിറ്റ്, സന്ദർശിക്കുക. അപ്പൊ കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് ആണ്. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിസിറ്റ് ആണ്. വിസിറ്റിനർത്ഥം നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഒരു പേഴ്സണെ ആണെങ്കിൽ അവിടെ എന്ത് പറയണം? കോൾ ഓൺ പറയണം. നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് ഒരു സ്ഥലമാണെങ്കിൽ അവിടെ കോൾ അറ്റ് എന്ന് പറയണം. യെസ്, അല്ല, രണ്ടും വിസിറ്റ് ആണ്. പക്ഷെ നമ്മൾ എവിടെയാണോ വിസിറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് ഓൺ ചേർക്കണം, അറ്റ് ചേർക്കണം. ഐ കോൾഡ് ഓൺ രേവതി. ഞാൻ രേവതിയെ സന്ദർശിച്ചു. അപ്പൊ കോൾഡ് ഓൺ. യെസ്, ഐ കോൾഡ് അറ്റ് ദ നേറ്റീവ് പ്ലേസ് ഓഫ് രേവതി. ഞാൻ രേവതിയുടെ ജനിച്ച നാട് സന്ദർശിച്ചു. അപ്പൊ നാടാണ് സന്ദർശിച്ചത്. അപ്പൊ കോൾ അറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വേർഡുകൾ. ഒരു വെർബും ആവാം, അതിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷനും ആവാം. ചേർന്ന് കഴിയുമ്പോൾ വേറൊരു അർത്ഥം കിട്ടിക്കഴിഞ്ഞാല് അങ്ങനെയുള്ള വാക്കുകളെ പറയുന്ന പേരാണ് എന്ത്? ഫ്രേസൽ വെർബ്. ഫ്രേസൽ വെർബ്. അപ്പൊ കുറച്ച് ഫ്രേസൽ വെർബുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഐശ്വര്യ. ഐശ്വര്യ കേൾക്കാമോ? സർ, കേൾക്കാം. ഓക്കെ, ഇവിടെ എഴുതിയേക്കണത് കാണാൻ പറ്റണ്ട? യെസ്, അത് വായിച്ചേ. അയച്ചാൽ Some common phrasal verbs given below: break away, escape. ഓക്കെ, ബ്രേക്ക് എവേ. ബ്രേക്ക് എവേ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ് പിന്നെ കൊടുത്തേക്കുന്നത്. എന്താണ് വായിച്ചേ? The smuggler broke away from the ബ്രേക്ക് എവേ. ബ്രേക്ക് എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്കേപ്പ് എന്നർത്ഥം. എന്താ അർത്ഥം? എസ്കേപ്പ്. എന്താ എസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്ഷപ്പെടുക. അപ്പൊ എസ്കേപ്പ് എന്നുള്ള വേർഡ് പറഞ്ഞാൽ മതി. പക്ഷെ ആ വേർഡിന് പകരം നമുക്ക് എന്ത് പറയാം? ബ്രേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എസ്കേപ്പ് എന്നാണ് മീനിങ്. ശരി, ബ്രേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടുക, മുറിയുക എന്നൊക്കെയല്ലേ അർത്ഥം. എവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ എന്നാണ്. അപ്പൊ ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ ദൂരെ പോയി പൊട്ടുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതൊന്നുമല്ല. അതിന്റെ അർത്ഥം എന്താണ്? എസ്കേപ്പ് എന്നാണ്. ഇനി ആയിട്ട് താഴെ നിങ്ങൾ സെന്റൻസ് കൊണ്ട് വായിച്ചേ ശരിയാ. The smuggler broke away from the police who was holding him. Yes. അർത്ഥം എന്താണ്? ഒരാളെ പോലീസ് പിടിച്ചു വെച്ചിരുന്നു. അയാളുടെ എവിടെ പോലീസുകാരുടെ അയാൾ രക്ഷപ്പെട്ടു. പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. The smuggler എന്ന് വെച്ചാൽ കള്ളൻ, കൊള്ളക്കാരൻ. ബ്രോക്ക് അവേ, എസ്കേപ്ഡ്. ബ്രേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ബ്രോക്ക്. എസ്കേപ്പ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് വിചാരിക്കും. ബ്രോക്ക്. എസ്കേപ്ഡ് ഫ്രം ദ പോലീസ്മാൻ ഹു വാസ് ഹോൾഡിംഗ് ഹിം. അവനെ പിടിച്ചുകൊണ്ടിരുന്ന പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ മനസ്സിലായില്ലേ? സാവകാശം ഇങ്ങനെ വായിക്കും. അടുത്തും വായിച്ചു
ഐശ്വര്യ. breakdown, destroy, defeat. ഓക്കെ, ബ്രേക്ക് ഡൗൺ. ഈ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. ബ്രേക്ക് ഡൗൺ. അത് വാഹനത്തിലേക്ക് പോകുന്ന താമസിച്ചത് വേടാണ് ബ്രേക്ക് ഡൗൺ അല്ലേ? ഡിസ്ട്രോയ് എന്ന് പറഞ്ഞാൽ തകരുക, ഡിഫീറ്റ് നശിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ബ്രേക്ക് ഡൗൺ. ശരിക്കും ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ വണ്ടി ഒരു ചെറിയൊരു ഡാമേജ് അല്ലേ സംഭവിക്കുന്നത്. യെസ്, കണ്ടിന്യൂ. The old bus were broken down for their metal parts had been rusted. Yes, പറയാമോ? അതിന്റെ മെറ്റൽ പാർട്സ് ഒക്കെ തുരുമ്പ് പിടിച്ച കാരണം കൊണ്ട് വണ്ടി ബ്രോക്ക് ഡൗൺ ആയി. ഞാൻ ഒന്നുകൂടി പറയാം. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദ ഓൾഡ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ് അല്ല, ബസ്സസ് ആണ്. കാരണം അത് വേറെ ആണ്. അപ്പൊ ബസ് എന്നുള്ളത് ബസ്സസ് ആണെന്ന് വിചാരിക്കേണ്ടത്. ദ ഓൾഡ് ബസ്സസ് വെർ ബ്രോക്കൺ ഡൗൺ. പഴയ ബസ്സുകള് നശിപ്പിച്ചു കളഞ്ഞു. എന്ത്? their metal part had been rusted. RUST റസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തുരുമ്പ് എന്നാണ്. തുരുമ്പ് പിടിച്ചത് കൊണ്ട് പഴയ ബസ്സുകള് നശിച്ചുപോയി. ഇനി ഡിഫീറ്റ് എന്ന് പറയുന്ന അർത്ഥം വെച്ചിട്ട് വേറൊരു സെന്റൻസ് കൊടുത്തത് വായിച്ചോളൂ. The agitators broke the car down. Yes. എതിരാളികൾ, സമരക്കാർ എന്നൊക്കെയാണ് അർത്ഥം. ബ്രോക്ക് ദ കാർ ഡൗൺ. ആ ബ്രേക്ക് ഡൗണിലുള്ളത് രണ്ട് വശത്തേക്ക് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ബ്രോക്ക് ദ കാർ ഡൗൺ. കാർ എന്ത് ചെയ്തു? അവര് നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, ശരിയാ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മുംതാസെ, അടുത്ത വായിക്കും. മൂന്നാമത്തെ വായിക്കും. ബ്രേക്ക് ഇൻടു. എനിക്ക് സ്ക്രീന് വലിയ ക്ലിയർ ഇല്ല സർ, കാണുന്നില്ല അങ്ങനെ. ഇത് ഞാൻ പേജ് നമ്പർ 122. ഒരു മിനിറ്റ്. പേജ് നമ്പർ കൊടുത്തേ. മൊഡ്യൂൾ 2 പേജ് നമ്പർ 122. അതെ, എത്രാമത്തെ ആയിരുന്നു അത്? ബ്രേക്ക് ഓഫ് മൂന്നാമത്തെ ആണോ? ബ്രേക്ക് ഇൻ ടു, എൻറ്റർ ബൈ ഫോഴ്സ്. അർത്ഥം പറയാമോ? ബ്രേക്ക് ഇൻ ടു, എൻറ്റർ ബൈ ഫോഴ്സ്. എൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടക്കുക. ബൈ ഫോഴ്സ്, ശക്തി ഉപയോഗിച്ച് അകത്തേക്ക് കടക്കുക. അതാണ് എന്ത്? ബ്രേക്ക് ഇൻ ടു. ബ്രേക്ക് ഇൻ ടു മീൻസ് എൻറ്റർ ബൈ ഫോഴ്സ്, ശക്തി ഉപയോഗിച്ച് അകത്തേക്ക് കടക്കുക. The thief broke into the house and stole all the gold, ornaments and monies. കള്ളൻ വീട്ടിനുള്ളിൽ അതിക്രമിച്ച് കയറി ഗോൾഡ് ഓർണമെന്റ്സ് എടുത്തു. എന്ത് സന്തോഷം മുംതാസിന് അല്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് മുംതാസ്. The thief, കറക്റ്റ് ആണ് പറഞ്ഞത്. The thief broke into the house. വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി. And stole, steal, മോഷ്ടിക്കുക. അതിന്റെ പാസൻസ് ആണ് stole, മോഷ്ടിച്ചു. All the gold ornaments, എല്ലാ സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചു. And money, പണവും മോഷ്ടിച്ചു. അടുത്ത് വായിച്ചോ മുംതാസെ. മുംതാസെ, വായിക്കാം. മുംതാസിന്റെ സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞോളൂ. എന്റെ ടെർമിനേറ്റ്, എന്റെ ടെർമിനൽ ഒഴിവാക്കുക അല്ലെങ്കിൽ അവസാനിക്കുക, അങ്ങനല്ലേ? യെസ്, ഓക്കെ, ഓക്കെ. എൻഡ് നമ്മള് സിനിമയൊക്കെ കാണുമ്പോൾ ലാസ്റ്റ് എഴുതി കാണിക്കുന്ന ഒരു വേർഡല്ലേ എൻഡ്, അവസാനം. ടെർമിനേഷൻ എന്ന് പറഞ്ഞാല് വെട്ടി നശിപ്പിക്കാൻ, തീർക്കളയാന്ന് പറയില്ലേ. രണ്ടും ഏതാണ്ട് ഒരർത്ഥം തന്നെയാണ്. ടെർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ജോലിയിലൊക്കെ പിരിച്ചു വിടൂലേ, അതിനൊക്കെ നമ്മൾ ടെർമിനേറ്റ് എന്ന് പറയും. ജോലിയിൽ വിടുന്നതിന് നമ്മൾ പറയും ടെർമിനേറ്റ് എന്ന് പറയുള്ളൂ. യെസ്, ഒഴിവാക്കുക, ലാസ്റ്റ് പറഞ്ഞു വിടുക. ഓക്കെ, അതിന്റെ കൂടെ അർത്ഥം പറഞ്ഞോ മുംതാസെ. The countries have broken off relation again. Let's break off and have some coffee. Yes, ആദ്യത്തെ ഒരെണ്ണം ആദ്യത്തെ വായിക്ക്. രണ്ട് സെന്റൻസ് ആണ്. ഒന്നുകൂടി വായിച്ചത്. The countries have broken off relation against. കൺട്രികൾ തമ്മില് റിലേഷൻ കട്ട് ചെയ്തു.
അവസാനിച്ചു. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ലേ, സൗഹൃദപരമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. The countries have broken off, ended, അവസാനിപ്പിച്ചു. റിലേഷൻ, അവർ തമ്മിലുള്ള ബന്ധം again വീണ്ടും അവസാനിപ്പിച്ചു. ഇനി അടുത്ത സെന്റൻസ് ആണ് വേറെ, വായിച്ചോ. Let's break off and have some coffee. ഒരു ഇതിനൊരു അവസാനമായി ഒന്ന് കോഫി കുടിക്കുന്നതായിരിക്കും. കുറച്ച് പേരൊക്കെ നമ്മൾ വട്ടം കൂടി വളഞ്ഞൊക്കെ ഇരുമ്പോ നമുക്ക് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് പോയി ചായ കുടിച്ചാലും ഇങ്ങനെ പറയില്ലേ, ഈ സാധനമാണ് ലെറ്റസ് ബ്രേക്ക് ഓഫ്. നമുക്കൊന്ന് തൽക്കാലത്തേക്ക് നിർത്താം, ടെർമിനേറ്റ് ചെയ്യാം, വേണ്ടത് നോക്കാം. ആൻഡ് ഹാവ് സം കോഫി, നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാം. ചായ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ആരംഭിക്കാം. ഓക്കെ മുന്താസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കുട്ടികൾക്കൊക്കെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ കയ്യിൽ നിന്നൊക്കെ കുറച്ചങ്ങ് ചേർത്തോളണം സന്ദർഭോചിതമായിട്ട്. രേവതി പറഞ്ഞോളൂ. അപ്പോ അഞ്ചാമത്തെ വായിക്കും. Break out, to begin suddenly. Yes, break out, begin suddenly, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം, പൊട്ടിപ്പുറപ്പെടുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ബ്രേക്ക് ഔട്ട് എന്ന് പറയാം. A fire broke out in the street and all the thatched houses were burned down. പെട്ടെന്നുണ്ടായ തീപിടുത്തത്തിൽ അവിടുത്തെ വീടുകളെല്ലാം കത്തി നശിച്ചു. A fire, ഒരു തീ, ബ്രോക്ക് ഔട്ട്, പൊട്ടിപ്പുറപ്പെട്ടു. ഇൻ ദ സ്ട്രീറ്റ്, തെരുവില് ഒരു തീ പൊട്ടിപ്പുറപ്പെട്ടു. ആൻഡ് ഓൾ ദ thatched house, thatched മേഞ്ഞ വീടുകൾ, thatched മേയുക എന്നാണ്, കോൺക്രീറ്റ് അല്ല, മേഞ്ഞ വീടുകൾ. were burned down, മേഞ്ഞ വീടുകൾ മുഴുവനും കത്തി നശിച്ചു. അടുത്തൊരു വായിക്കോ. She broke out in tears. Yes. എന്തോ സങ്കടം ഉണ്ടായിരുന്നു, പെട്ടെന്ന് കണ്ണീര് വന്നു. എന്തോ സങ്കടം ഉണ്ടായിരുന്നോണ്ട് പെട്ടെന്ന് കണ്ണീര് വന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അറിയുന്ന സ്ത്രീ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, ചിരിക്കുന്ന പുരുഷനെ വിശ്വസിക്കരുത്. രണ്ടുപേരും ഉടായിപ്പാണ് പറയുന്നത്. ശരിയാണ് രേവതി? അങ്ങനെ തോന്നിയിട്ടില്ല. ചിലര് സങ്കടം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും ചിരിക്കുന്നത്, ചിലര് ചിരിച്ചോണ്ടായിരിക്കും കഴുത്തിറക്കുന്നത്. ചിലവര് ചിരിച്ചോണ്ടായിരിക്കും കഴുത്തിറക്കുന്നത്. ചിലർ ഒത്തിരി സങ്കടം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്നത്. അതൊക്കെ ശരിയാണ്, കറക്റ്റാണ്. ഈ ചാർലി ചാപ്ലിന്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു ആള് വന്നിട്ട് പറയുന്നതാണ്, എനിക്ക് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് എപ്പോഴും ഒന്ന് ചിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. അപ്പോ അതിനെ പറ്റി മരുന്നുണ്ടാന്ന് വെച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് ഒരു ലണ്ടൻ തിയേറ്റർ ഉണ്ട്, അവിടെ ഇടയ്ക്ക് ഡ്രാമ ഉണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞ ഒരാൾ അഭിനയിക്കുന്നുണ്ട്. അപ്പോ എനിക്ക് ഇങ്ങനെ വിഷമം വരുമ്പോ ഞാൻ പോയി കാണുന്നത് ചാർലി ചാപ്ലിന്റെ നാടകങ്ങളാണ്. അത് കണ്ടു കഴിയുമ്പോൾ പുള്ളിയുടെ കോമാളിത്തരമൊക്കെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചിരിക്കുന്നത്. ഡോക്ടർ തന്റെ ജീവിതത്തിലുള്ള എക്സാമ്പിളാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വന്ന പേഷ്യന്റിനോടും പറഞ്ഞു, താങ്കളും അതുപോലെ തന്നെ ചെയ്താൽ മതി, ഇത് മരുന്നൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ വന്ന പേഷ്യന്റ് പറഞ്ഞു, സാറേ ആ ചാർലി ചാപ്ലിൻ അത് ഞാനാണ്. യെസ്. അപ്പൊ ഈ എല്ലാവരെയും ചെയ്യിപ്പിക്കുന്ന ചാർലി ചാപ്ലിനാണ് വന്നേക്കുന്നത്. എനിക്ക് ചിരിക്കാനായിട്ടൊരു സമയം അല്ലെങ്കിൽ അവസരം തരുന്നുണ്ട്. അപ്പൊ രേവതി പറഞ്ഞതൊക്കെ കറക്റ്റ്. ചില കാര്യങ്ങളൊക്കെ നമ്മള് ഈ അതിനകത്ത് ഭരതം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, മോഹൻലാലൊക്കെ അഭിനയിച്ച സിനിമയാണ്. യെസ്. അപ്പോ അതിൻ്റെ അകത്ത് ഒരു സീൻ ഓർക്കാറുണ്ട്. ഒരു സീനില് ജ്യേഷ്ഠൻ മരിച്ചു എന്ന് അറിഞ്ഞിട്ടും അനിയനായ മോഹൻലാൽ കരയാണ്ട് എന്നെ പിടിച്ചു നിൽക്കുകയാണ്. ലാസ്റ്റ് ജ്യേഷ്ഠന്റെ ഭാര്യ വന്നിട്ട് അനിയനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇനിയെങ്കിലും നിനക്ക് കുറച്ചൊന്ന് കരഞ്ഞൂടെ? കാരണം പുള്ളി ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്താണ് അതുപോലെ ഉണ്ടായിരുന്ന ദുഃഖം അങ്ങോട്ട് പൊട്ടി വന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാ പ്രശ്നങ്ങളും മാറിന്റെ രേവതി ഓക്കെ. ഷീ ബ്രോക്ക് ഔട്ട് ഇൻ ടീയേഴ്സ്, കണ്ണുനീരിൽ അവള് പൊട്ടിപ്പുറപ്പെട്ടു. അല്ല, കണ്ണുനീര് അവൾക്ക് പൊട്ടിപ്പുറപ്പെട്ടു. ഈ സ്ത്രീകളെക്കാൾ കൂടുതലേ പുരുഷന്മാർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. കാരണം എന്താണെന്ന് അറിയാം,
സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ലാത്തല്ല, എന്നാലും ഇത് കുറവാണ്. പുരുഷന്മാർക്ക് ഇത് കൂടുതലാണ്. കാരണം എന്താണ്? പുരുഷന്മാരെ എല്ലാ സങ്കടങ്ങളും ഉള്ളൊതുക്കണം എന്നൊരു പൊതുവായിട്ടൊരു ഇതുണ്ട്. അത് കാരണം അവർക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓവറായിട്ട് എക്സ്പ്രസ് ചെയ്യത്തില്ല, എല്ലാം ഹോൾഡ് ചെയ്യും. അതുകൊണ്ടാണ്. നിങ്ങൾ സ്ത്രീകൾ കുറച്ച് കരഞ്ഞെങ്കിലും വിഷമം കൂടെ മാറും. യെസ്. പക്ഷെ പുരുഷന്മാരെ കരയൂ. അഥവാ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താ പറയും, നീ എന്താ സ്ത്രീകൾ കരയുന്ന പോലെ ഇത് കരയുന്നത്? അപ്പൊ അവിടെയും താരതമ്യം വരും. യെസ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഞങ്ങളുടെ തത്വങ്ങളൊക്കെ നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? യെസ്. ഓക്കെ ഓക്കെ. രേവതി, ശനി ശനി റോജി സർ. വായിച്ചോളൂ. ആറാമത്തെ അല്ലേ? ആറാമത്തെ. 6 വരും വായിച്ചു. ബ്രേക്ക് ത്രൂ കാണാൻ. ഫോഴ്സ് വേ ത്രൂ ദ സൺ ബ്രോക്ക് ത്രൂ ദ ക്ലൗഡ്. ഫോഴ്സ് വേ ത്രൂ എന്ന് പറഞ്ഞാല് വഴി ഉണ്ടാക്കുക, വഴി ഉണ്ടാക്കിയിട്ട് വരിക എന്ന് പറയും. എന്ന് പറഞ്ഞ അതിനകത്ത് കേട്ടാ. ഫോഴ്സ് എ വേ ത്രൂ, ഇതിന്റെ ഉള്ളിൽ കൂടെ കടന്നു വരിക എന്നുള്ളതിനാണ്. ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂടെ എന്നാണ് കേട്ടോ. ഓക്കെ. ഇതിന്റെ സെൻസ് വെച്ച് The sun broke through the clouds. Yes. അർത്ഥം എന്തായിരിക്കും? ക്ലൗഡ്സിന്റെ ഉള്ളിൽ കൂടെ സൺ മൂവ് ചെയ്തു. സൂര്യൻ വന്നു അല്ലേ? ചില സമയങ്ങളിൽ മഴമേഘങ്ങളുടെ ഉള്ളിൽ പെട്ടുപോലെ സൂര്യൻ. ഇപ്പൊ 2 മഴമേഘങ്ങളുടെ ഇടയിലൂടെ ചിലപ്പോൾ സൂര്യൻ വന്നൊന്ന് എത്തി നോക്കിക്കൊണ്ട് പോകും. യെസ്. അത് നമുക്ക് ഫീൽ ചെയ്യാറില്ലേ? യെസ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ കന്യാകുമാരി പോയി നോക്കിയാൽ മതി. അവിടെ നിന്നിട്ട് പ്രഭാതം കണ്ട കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. Yes, the sun broke through the clouds. അതൊരു വായിച്ചു. Break up, divide into smaller pieces. അപ്പം മനസ്സിലായില്ല. നമ്മൾ സാധാരണ ഇതിൽ പറയാനല്ലേ, ആ കേക്കൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പറയില്ലേ, ബ്രേക്കപ്പ്. ചെറിയ ചെറിയ കഷ്ടങ്ങളാക്കുന്നതിനെയാണ് ബ്രേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ കാണാല്ലേ സാറ്? 7 വരെ കാണാം. 7 വരെ ഉള്ളു അല്ലേ? അടുത്ത ആരുടെ കയ്യിലാണ് ഇനി ഇത് അനങ്ങുന്നില്ല, എന്തോ സംഭവം പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ രേവതി ആ സെന്റൻസ് ഒന്ന് വായിച്ചു. The slip broke up on the road. The conference broke up in confusion. Yes. The slip broke up on the road. Slip broke up, കീറി മുറിച്ച് കളഞ്ഞു ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഓൺ ദ റോഡ്, ഓൺ ദ റോഡ്. അപ്പൊ അതൊരു സെന്റൻസ് ആണ് കേട്ടോ. അതായത് ഒരു കടലാസ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കീറി കീറി കളഞ്ഞു. അതാണ് ദ സ്ലിപ്പ് ബ്രോക്ക് അപ്പ് ഓൺ ദ റോഡ്. രണ്ടാമത്തെ സെന്റൻസ് ആണ് എടുത്തത്. ദ കോൺഫറൻസ്, ഒരു മീറ്റിംഗ് ആരംഭിച്ചാണ്. ബ്രോക്ക് അപ്പ് ഇൻ കൺഫ്യൂഷൻ, ഒരു ആരംഭിച്ച മീറ്റിംഗ് പല പല കഷ്ടങ്ങളായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ആശയപരമായിട്ട് പല പല വിഭജനം വന്നു എന്നർത്ഥം. യെസ്. ദ കോൺഫറൻസ് ബ്രോക്ക് അപ്പ് ഇൻ കൺഫ്യൂഷൻ. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് 7 എണ്ണം നോക്കിയിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ജനസംഖ്യ വളരെ കുറഞ്ഞു പോയി അല്ലേ? കുഴപ്പമില്ല. നല്ല കാര്യത്തോട്ട് പോയതല്ലേ എന്ന് വിചാരിച്ചത് നമുക്ക് അങ്ങനെ ക്ഷമിക്കാം. യെസ്. ഓക്കെ ഓക്കെ. ആരാണ് സൈൻ ഔട്ട്? ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. So thank you, Doctor, for wonderful class given us. And thank you all of you. Wishing you a good day. Okay. Have a good day. We will meet in the next class. Bye. See you. Thank you, sir. Okay. Check.